Hello, folks. Welcome back to Ghosh Media. Today we are taking on to the incredible adventure to the heart of the Trivandrum Zoo. And എൻ്റെ കൂടെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, the most iconic Avi Originals is with me. And ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ട്രിവാൻഡ്രം സൂവിനെ കീറി മുറിച്ച് കാണാൻ പോകുന്നത്. ആൻഡ് ഞങ്ങളൊരു വീക്ക് ഡേ തന്നെ സെലക്ട് ചെയ്തു. സോ തിരക്കില്ലെന്ന് വിചാരിച്ചൊക്കെ വന്നെങ്കിലും ഹെവി തിരക്കായിരുന്നു. ഇതിൽ അവി ഒറിജിനൽസ് ടിക്കറ്റ് എടുക്കാനായിട്ട് കൊണ്ട് പോകുന്നുണ്ട്. ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ വളരെ അഫോർഡബിൾ ആണ്. 40 rupees നമുക്ക് ടിക്കറ്റ് വരുന്നത്. പിന്നെ മൊബൈൽ ഫോണൊന്നും റേറ്റ് ഇല്ല. ഡിജിറ്റൽ ക്യാമറ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയോട്ടൊക്കെ പോവുകയാണെങ്കിൽ 2000 rupees കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് പോവാം. കമോൺ. കയറുന്നിടത്ത് തന്നെ ഒരു പീക്കോക്ക് ഇരിപ്പുണ്ട്. നമ്മൾ അടുത്തോട്ട് ചെന്നപ്പോൾ അത് നീങ്ങുന്നൊന്നുമില്ല. കാര്യം എനിക്കൊന്ന് ആൾക്കാരെ കണ്ട് യൂസ്ഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഘോഷ് പോയി തട്ടുന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ബട്ട് അത് മൈൻഡ് ചെയ്തില്ല. ഓക്കെ, പിന്നെ ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു കാറുണ്ട്. ലൈക്ക് അതും പേയ്മെന്റ് കൊടുക്കണം. പേയ്മെന്റ് കൊടുത്താൽ അതിൽ പോകാൻ പറ്റുള്ളൂ. അതും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ പോവാം. പിന്നെ നമുക്ക് എപ്പോഴും ഇത് നടന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല് അല്ലാതെ കാണുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അകത്ത് കയറി നോക്കാം. അത് തന്നെ അവി അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. കമോൺ. അപ്പോൾ അവി തന്നെയാണ് മുമ്പിൽ നടക്കുന്നത്. നമ്മുടെ അർജന്റീന ടീമിൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ആശാന്റെ നടപ്പ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അവി ഒറിജിനൽസ് ഹിയർ. എല്ലാവരും ഉണ്ട്. ട്രിവാൻഡ്രം. ഇവൻ ഈ നാട്ടുകാരനാണെങ്കിലും അതെ 10 കൊല്ലത്തിന് ശേഷമാണ് വരുന്നത്. അതെ, ഞാൻ ഈ നാട്ടുകാരനല്ലാത്തോണ്ട് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ അടുത്തുള്ള സ്ഥലത്ത് പോകില്ലല്ലോ. പക്ഷേ കൊച്ചിലെ വന്നിട്ടുണ്ടെങ്കിലും, കൊച്ചിലെ അല്ല 10 കൊല്ലം മുന്നേ വന്നപ്പം, പക്ഷെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് 10 വർഷത്തിനേക്കാളും. നമ്മൾ ഈ തവണ കുറെ പുതിയ ഇൻമേറ്റ്സ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അതെ, അപ്പൊ എല്ലാവർക്കും കാണാം. ഓക്കെ, പോയിട്ട് വരാം. പോവാം. ഇതെന്താണ് സാധനം? ഇതടാ കാട്ടുപോത്തല്ലേ? അത് ബൈസണാണ്. അവിടെ നമ്മൾ നേരത്തെ എടുത്തായിരുന്നു. ഓ, അതിന് വെള്ളം കൊടുക്കാൻ വെച്ചേക്കുന്നുണ്ടല്ലേ? അവരെ കെട്ടിയേക്കുന്ന ആ ഒരു കൂടും കൊള്ളാം അല്ലെ? മുകളിൽ ഓടൊക്കെ രസമുണ്ട്. ഇവിടെ മൊത്തത്തിൽ വേറൊരു ആംബിയൻസ് അല്ലേ? അതെ അതെ, സൂപ്പർ ആംബിയൻസ്, ഒരു കാടിന്റെ ആംബിയൻസ് തന്നെ. അതിന്റെ തൂണൊക്കെ കണ്ടില്ലേ? ബൈസനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സൈഡിൽ നെക്സ്റ്റ് ഒരു മങ്കിയുടെ ഒരു സ്ഥലമായിരുന്നു. മങ്കിയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അത് വായിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ മങ്കി നല്ല ദൂരത്തായിരുന്നു. ഞങ്ങൾ മാക്സിമം സൂം ചെയ്തിട്ടാണ് ഇതിനെ എടുക്കുന്നത്. ഇത് നമ്മുടെ കുരങ്ങ്. നമ്മൾ സ്ഥിരം മൂന്നാറും അത് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ നല്ല സൈസ് ഉണ്ടല്ലേ ഇവർക്ക്. പിന്നെ ഫുഡ് ഉണ്ടല്ലോ 3 നേരം. അതുകൊണ്ട് നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്ന പോലെ അല്ലേ? അതെ, നൈസായിട്ട് കഴിക്കുന്ന. ചെറിയ മഹാഗണി, വല്ലാത്തൊരു ഗണിയാണ്. കൊള്ളാല്ലേ സാധനം? കൊള്ളാം. നല്ല ക്യാഷ് ആയിരിക്കും അല്ലേ? പക്ഷെ ഇത് ഇവിടെ ഉള്ളവരും കേക്കണ്ട. ഇപ്പൊ തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. ഇവിടെ രാവിലെ തന്നെ എത്തിയതേ ഉള്ളതുകൊണ്ട് അവന്മാര് ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓസ്ട്രിച്ചിന്റെ മുട്ട കഴിച്ചിട്ടുണ്ടോ? ഇല്ല. സൂപ്പറാ? ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചോദിച്ചു കേട്ടപ്പോഴത്തേക്ക് നിനക്ക് എന്താണെന്ന് അറിയോ? ഇല്ല. ഇതിന്റെ പേര് സുവോളജിക്കൽ ഗാർഡൻ, തിരുവനന്തപുരം. ഖലിജ് ഫെസന്റ്. കോഴിയാണ് സംഗതി തോന്നുന്നില്ലേ? കോഴി പോലുണ്ട്. കോഴിയല്ല, വേറെ ഒരു ലുക്ക്. ഇതാണ് നേർക്ക് കാണാൻ ഇതുപോലെ. സമയം എടുക്കുമല്ലോ. ഇവരെങ്ങനെയായിരിക്കും ഇത് പറയുന്നത്? അവിടെ കിടക്കുന്ന ഖലാജി ഫെസന്റിനെ പോയി നോക്കാൻ പറയും? ഒന്നും പറയില്ല. ഈ ഒരു സെക്ഷൻ നോക്കാൻ പറയൂ അല്ലേ? അല്ല, അങ്ങനെ ഇവരെ ഇങ്ങനെ നോക്കാൻ മുകളിൽ കുരങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രസമുണ്ടല്ലേ കാണാൻ? പറ്റിച്ച് എന്ത്? അതിനകത്തൊന്നും ഇല്ല. ഒന്നും ഇല്ലല്ലേ? ഓറഞ്ച് വിങ്ഡ് ആമസോൺ. എവിടെടാ? അതെ, മുകളിലുണ്ട്. അതിന്റെ പേരെന്താടാ? ഓറഞ്ച് വിങ്ഡ് ആമസോൺ. ഗോൾഡൻ ഫെസന്റ്, സുവർണ കോഴി. കൊള്ളാം. എവിടെ? സുവർണ കോഴി ഒളിഞ്ഞിരിക്കുക. ഗോൾഡൻ ഫെസന്റ്, സുവർണ കോഴി. സുവർണ കോഴി. സിൽവർ ഫെസന്റ്, വെള്ളിക്കോഴി. സത്യം പറഞ്ഞാൽ ചിക്കൻ കടലൊക്കെ പോകുന്ന ഒരു സത്യം. ഇതിന്റെ പേര് സ്കാർലറ്റ് മക്കാവു. ആരാ മക്കാവു? സ്കാർലറ്റ് മക്കാവു. കൊള്ളാം. നല്ല കളർഫുൾ തത്തയില്ല പോയിട്ടിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ഓണത്തിനൊക്കെ. അത് വിളിക്കുന്നതിന്റെ പേരെവിടെ? സാൽമോൺ ക്രസ്റ്റഡ് കൊക്കാറ്റ്. എല്ലാരും വായിച്ചു നോക്കും. പ്രൈസ് കൊക്കാട്ടോ.
നമ്മളേക്കും പിള്ളേര് കയറുന്ന പോലെ ഉണ്ട്. ഇവിടുന്ന് തിരിച്ചു പറയുന്നുണ്ട് പിള്ളേര്. സൗണ്ട് കൊള്ളാല്ലേ. ആദ്യം കണ്ട ഒരു ഓളില്ലേ, കൂമൻ. സെയിം കൂമൻ. കൂമൻ നമ്മൾ ഇറങ്ങി ഇങ്ങനെ വന്നതല്ലേ, ഇനി അങ്ങോട്ടല്ലേ നെറ്റ് അടിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഒരു സിസേഴ്സ് ഇട്ട് നീ കട്ട് ചെയ്ത് കൂടായിരുന്നല്ലേ. അപ്പൊ തന്നെ നമ്മൾ അകത്തുമ്പോ മൃഗശാലയാണ്. നമ്മുടെ മീനാശി ഇല്ലേ കൊല്ലകടവില്, മീനാശിയുടെ അതേ മുടിയല്ലേ. ശരിയാ അവളെ ഒന്നുകൊണ്ട് കാണിക്കുന്നത്. അവളെ കേക്കണ്ട, നമുക്ക് ഫോട്ടോ എടുത്ത് വെച്ചു കൊടുക്കാം. നമ്മൾ നടന്ന് അപ്പം ബേർഡ്സിന്റെ ഭാഗമൊക്കെ നമ്മൾ കുറച്ച് കണ്ടു കഴിഞ്ഞു. ഇനി പയ്യെ കുറച്ച് വൈൽഡ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് കയറുകയാണ്. ഇതാണ് മാപ്പ്. അതെ, മാപ്പ്. നമ്മൾ താഴോട്ടുള്ള വഴിയുടെ നടക്കുകയാണ്. ഇതെന്താടാ പൂട്ടിയിട്ടിരിക്കുന്നത്? എന്തോ ഉണ്ടല്ലോ ഇവിടെ. ഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നു. ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസിനകത്തോടെ നോക്കാം. ശരി, എന്തോ വൈൽഡ് ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നല്ലോ ഇതിനകത്ത്. പോല് അവിടെ നിന്ന് ഇങ്ങോട്ട് ആളെ വിളിച്ചോണ്ട് വരുന്നത് എന്തോ ഇച്ചിരി വൈൽഡ് ആണതോ. മേളിലൊക്കെ കാണുന്നില്ല. നമുക്ക് താപ്പായിട്ട് ഇതിന്റെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇതിന്റെ പേര് എഴുതിയിട്ടില്ലല്ലോ. തിരികെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്കടപ്പോത്തല എഫക്ട് കിട്ടും. ഇവിടെ വെള്ളം പക്കടപ്പോത്തലാണ്. പക്കടപ്പോത്തലാണ് കണ്ടോ. വെള്ളമുണ്ട്. ഡേഞ്ചർ. സോറി, ഹനുമാൻ കുരങ്ങ്. ഹനുമാൻ കുരങ്ങ് കുരങ്ങ് എവിടെ? നേപ്പാൾ, ഫൗണ്ട് ഇൻ നോർത്ത് നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ്, ശ്രീലങ്ക ആൻഡ് ബംഗ്ലാദേശ്. ചാടി വരാനൊക്കെ വേണ്ടിയാണ് വെള്ളം. ആണ് ഇച്ചിരി ഡേഞ്ചറസ് സാധനം. അല്ലെങ്കിൽ ചില്ലൊന്നും ഇടൂലല്ലോ. ആൾ എവിടെ ഇരിക്കുന്ന പോലും നമ്മൾ കാണുന്നില്ല. എവിടെയും കാണും, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ശ്രദ്ധിച്ചു നോക്കി കാണുന്നില്ല. ഇവിടെ ഉണ്ട്. അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ട്. രണ്ടുമിനിറ്റ് ഇരുന്ന് നോക്കാം. ഇരിക്കാം. അണ്ണാനെ കണ്ടു, കൊരങ്ങനെ കണ്ടില്ല. അണ്ണാനെ കാണാനാണോ നമ്മളിവിടെ ശ്രദ്ധിച്ചോ? ഷീറ്റൊക്കെ വെച്ച് മറച്ച് വലിയ ഷീറ്റൊക്കെ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇടില്ല. ചാടി പോകാൻ ചാൻസ് കൂടുതലായോണ്ട് ഈ മരമൊക്കെ കണ്ടില്ലേ മുറിച്ച് വെച്ചേക്കുന്നത് മോൾ ഭാഗം. ചാടാൻ കുറച്ച് അത് ബ്രാഞ്ചസ് വന്ന അടുത്തിലോട്ട് കണക്ട് ചെയ്ത് ചാടാൻ കുറച്ച് സ്കിൽഫുൾ ആയിട്ടുള്ള കുരങ്ങാണെന്ന് തോന്നുന്നു. കാരണം അവിടെ ഉള്ളതിനെ ഒന്നും വെറുതെ ഇട്ടിരിക്കില്ല. ഹനുമാൻ കുരങ്ങെന്നാണല്ലോ പേര്. അതെ, സ്പെഷ്യൽ സ്പീഷീസ് ആണെന്ന് തോന്നുന്നു. സർവലൻസ് പണ്ട് ഇതൊന്നും ഇല്ലാത്തപ്പോ വരുമായിരുന്നു. എന്ത് CCTV ഇല്ലാത്ത കാലത്തല്ലേ. അവി ഓടുകയാണ് സ്ഥലത്തോട്ട്. പെട്ടെന്ന് തീർക്കണ്ട നമുക്ക്. അല്ലല്ലോ, നമുക്ക് പയ്യെ കണ്ട് വിശദീകരിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പണ്ട് മുതലുള്ള സാധനമാണ്. സാധനം മീൻസ് കൂട് സ്കൂളിനെ കാണുന്നില്ലല്ലോ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഐറ്റം അവിടെ ഉണ്ട്, ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നുണ്ടാണോ? അല്ല. നീ ഒന്ന് നോക്ക്, കാണുന്നുണ്ടോന്ന്. രാത്രി ഇതിനകത്ത് കയറ്റി വിടില്ലല്ലോ. ആരും രാത്രി കയറുമ്പോ 5 മണിയോടെ ക്ലോസ് ചെയ്യും. വൈബ്സിലേക്കാണ് നമ്മൾ കയറുന്നത്. പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അതാ എനിക്ക് ഓർമ്മ വന്നു. അത് നമ്മൾ പുറത്തുനിന്ന് കയറാൻ നിന്നപ്പോഴേ ലൈനായിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞപ്പോഴേ ബ്ലാക്ക് ബിയർ. നമുക്ക് ഏകദേശം കാണേണ്ട സ്ഥലങ്ങളൊക്കെ അതിന്റെ മേളിലും സംഭവം ഇരിപ്പുണ്ട് കേട്ടോ. ഇതിന്റെ പേര് വൾച്ചറല്ലേ? ഒരു മിനിറ്റ്. അതെ, വൾച്ചർ തന്നെ. ഹിമാലയൻ വൾച്ചർ ആണ് കേട്ടോ. നമ്മുടെ അടുത്തൊന്നും പോകുന്നില്ലോടാ. പേടിച്ചു ഞാൻ ഇറങ്ങിയത് പുറത്ത്. പറഞ്ഞതോ മീൻ മുതല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കാണപ്പെടുന്ന. ഭാരം 150-181 കിലോഗ്രാം, നീളം 4 to 6.5 മീറ്റർ. ആഹാര രീതി മാംസബുക്ക്. ജീവിത കാലയളവ് 40 to 60 മാംസമാണല്ലേ? അതെ. കേറിയ മുട്ട വിരിയുന്നതിനുള്ള സമയം 60 to 80 ദിവസം. ഇത് ഭയങ്കര അനങ്ങാതെ കിടക്കട്ടെ. അതെ, ഗാരിയൽ ഗാവിയാലസ് ജാൻസ്ലിയാറ്റിയസ്. സ്പീഡിൽ അറ്റാക്ക് ചെയ്തില്ല. അത് കൊള്ളാലുണ്ട്. ജുറാസിക് വേൾഡിലൊക്കെ പോകുന്ന. അതെ, അത് കൊള്ളാം കേട്ടോ. ഓപ്പറേറ്റ് അടിക്കും, അല്ലെങ്കിൽ ആ BGM ഇടായിരുന്നല്ലേ? സത്യം. ജുറാസിക് വേൾഡില് സെയിം സീൻ അല്ലേ? സെയിം സീൻ. ഫുൾ നിറഞ്ഞിരിക്കുന്നല്ലേ സാധനം. അരയന്നങ്ങളുടെ വീട് എന്ന് പറഞ്ഞ സിനിമയില് ആ അരയന്നല്ലേ ഇത്? അതെ. ആണോ? അല്ലേ? അല്ലല്ല. നമുക്കൊരു പേരെന്തായാലും ഫ്രണ്ടിൽ പോയി നോക്കാം. മുകളിലൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ട്, പറന്ന് രക്ഷപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി. അവിടെ നിന്നെടുക്കാറ ഗ്ലാസ് ഉണ്ട്. അതെ, പിന്നെ വന്നല്ലേ വണ്ടി മുമ്പിൽ. നമ്മളെ വിട്ട് പോവില്ല. ചാടിയും കേറിയാലോ ചേട്ടാ? എന്തായാലും ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടിക്കാം. ഗ്ലാസ്സിലൂടെ അരയണങ്ങളെ കാണാം. ഇവിടെ ഉള്ളത് ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. വായിച്ചു നോക്കും എല്ലാരും.
സ്മൂത്ത് സ്മൂത്ത് കണ്ടിട്ടില്ല കേട്ടോ നീർനായനെ. കണ്ടിട്ടില്ല. നോക്കാം. ഇതാണ് സാധനം അല്ലേ? നീർനായാണെന്ന് എഴുതി വെച്ചിട്ടേ ഉള്ളൂ, നീർനായനെ കാണുന്നില്ല. മേ ബി നീർനായ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക്. ഓ, പിള്ളേരെത്തി. നിങ്ങളെ സ്കൂളിലെ പിള്ളേരാ മക്കളെ? സ്കൂളിന്റെ പേരെന്താ? ഓ, ബൈ ബൈ. ഓക്കെ. ഈ സാധനം പിന്നെയും വന്നടാ. അതായത് നമ്മളെ വിട്ട് പോവില്ല, നമുക്കൊരു പക്കടപ്പത്തിൽ കൊടുക്കാം. കണ്ടിട്ടേ പോകുന്നുള്ളൂ. സാധനം തോളിലിരിക്കുവോ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? എന്ത് കൂടുകയാണ്? അല്ല, കൂടെ ഒരു വൈൽഡ് നീർനായ ഇവിടെ. നമ്മൾ രണ്ടാമത്തെ സൈഡിലും വന്നു, നീർനായ കാണുന്നില്ല. നേരത്തെ കണ്ട പിള്ളേർ അവിടെ നിൽക്കുന്നത് കാണാം. അതെ, മുകളിലോട്ട് പോവാം. കണ്ടിട്ടൊരു ഇവിടെ വരെ പറ്റും. കഠിനമാണ്. ഇവിടെ ഉണ്ടോ? ഇല്ല, നീർനായ ഇല്ല കേട്ടോ. പറ്റിപ്പാന്ന് തോന്നുന്നു. വലിയ കൂടാ കേട്ടോ, സാധനം വലുതാ. അടുത്ത തവണ നീർനായ കാണാൻ വരുന്ന ആൾക്കാര് സമയം കളയാൻ നിൽക്കണ്ട, ആ നായ ഇവിടെ ഇല്ല. സത്യം സത്യം. എവിടെ താഴെ എന്തോ നടന്ന് ഒരു 20% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഒരു റിവർ ഉണ്ട്. റിവർ അല്ല, എന്താ പോണ്ട്, തോട്. പക്ഷെ ഇതെന്താണ് ഒന്നും ഇല്ല, മനസ്സിലാവുന്നില്ല. വേസ്റ്റ് കെട്ടി കിടക്കും. അതെ, അത് കണ്ടോ. പക്ഷെ അവിടെ പിള്ളേരുണ്ട്. പിള്ളേര് നമ്മളെ വിട്ട് പോകുന്നില്ല. ഓക്കെ, നമുക്ക് പോവാം. അടുത്ത സ്ഥലം വൈൽഡ് അനിമൽസ് ആണ്. സെക്ഷൻ 9 വന്യജീവി സംരക്ഷണ നിയമം. 1972 മൃഗശാലയിലെ മൃഗങ്ങളെ കളിയാക്കുക, ഭക്ഷണം നൽകുക. എടാ, കളിയാക്കരുത് കേട്ടോ. മീനാക്ഷിയുടെ മുടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ശരിയാക്കണോ? എവിടെ ഈ നടുക്കി കുഴിയില്ലെങ്കിൽ റെഡി ആവുമല്ലേ നമ്മുടെ കാര്യം? ഇതില്ലെങ്കിൽ വേറെ മിക്കവാറും ആ ഗുഹയ്ക്കകത്തായിരിക്കും. ഇത് വലിയ ഗുഹയാന്ന് തോന്നുന്നു. അതിന്റെ താഴ്ച മൊബൈല് പോവല്ലേ, പിന്നെ കാര്യം വേണ്ട വേണ്ട എടുക്കണ്ട. കാണുന്നില്ലല്ലോ. വരും എന്താണല്ലോ, എപ്പോഴേലും ഇറങ്ങി വരുമായിരിക്കും. ഫൈനലി കണ്ടടാ, അതിന്റെ ഒരു പുറം ഭാഗം മാത്രം കാണാല്ലേ. നോക്ക്, കണ്ടോ? ഹെവി സാധനം. ചന്തുവിനെ പോലെ ചന്തു. ഞാൻ നോക്കിയപ്പോ ഒരു സാധനം ചന്തു ഇറങ്ങി പോകുന്നോണ്ട് ഭയങ്കര സൈസാ ഇത്. എന്നിട്ട് ഇങ്ങനെ നിൽക്കും. അത് നമ്മൾ മാക്സിമം സൂമിലെത്തി, ബട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലല്ലോ. പറയുന്നെങ്കിലും അതെ, നമുക്ക് ഫൈനലി അതിന്റെ നല്ലൊരു വിഷ്വല് കിട്ടി. ഇതിനെപ്പറ്റി പറയുന്നതേ, കാട്ടി ചെല്ലുമ്പം ഏറ്റവും അപകടകാരി ഇതാണെന്നാ പറയുന്നു. ഇങ്ങനെ നിന്നിട്ട് എന്നിട്ട് ഒരു നിപ്പം കാണിക്കും. അപകടകാരി വരുന്നുണ്ട്. നഖം ഇങ്ങനെ നീട്ടി, എന്റെ നഖം ഭയങ്കര സീനാണെന്ന് പറയുന്നത്. നെറ്റ് സെർച്ച് ചെയ്താൽ ഞാൻ കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. അടുത്തടുത്ത് വരുന്നുണ്ട്. അതിന്റെ ശബ്ദമാണോടാ? ഇല്ല, പിന്നെ നോക്കുന്നടാ. പക്കട പോത്തലയാണോ? ചെറുതായിട്ട് പക്കപ്പോത്തലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വരുന്നുണ്ട് കേട്ടോ, വിളിച്ചാ നോക്കാം. കരടിയെ എന്ത് പിണങ്ങി പോകുന്നല്ലോ. അത് ഒതുങ്ങി കിടക്കുന്ന ഇഷ്ടം. പക്ഷെ അത്രയ്ക്ക് ഒതുക്കമുള്ള ആളൊന്നും അല്ല. കപ്പിയപ്പോ കിട്ടി കഴിഞ്ഞാൽ ഇടിച്ചാണ് കൊല്ലുന്നത്. തിരിച്ചു പോവാ. അപ്പൊ നമുക്കും ചന്തു അല്ലേ? കറക്റ്റ് ചന്തു. ഇങ്ങനെ നോക്കുമ്പോ ചന്തു. ഇവിടെ കറുത്ത ബെൽറ്റ് ഇട്ടേക്കുന്നു. ഇതെന്താണ് ഈ കരടിക്ക് വ്യത്യാസം? കിടക്കാനാണോ? അതിന്റെ കഴുത്ത് കണ്ടോ? അത് വെളിച്ചം അടിക്കുന്ന ബെൽറ്റ് പോലുണ്ടല്ലേ? ആ, വെളിച്ചം അടിക്കുന്ന. ദോടാ ഇത് രണ്ട് കണക്റ്റഡ് അല്ലല്ലേ? അല്ലല്ലോ, രണ്ടാണ്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നത് സ്പീഷീസിന് അപ്പുറത്തെ ഒരെണ്ണം അല്ലേ കിടക്കുന്നത്, ഡേഞ്ചറസ് അല്ലായിരിക്കും. ആയിരിക്കും, അല്ലെങ്കിൽ ആ ഗുഹയ്ക്കകത്ത് കാണും. അല്ലെങ്കിൽ പ്രായമായതാന്ന് തോന്നുന്നു. മറ്റേത് ഇതിന് അത്രയും പ്രായമില്ല. നഖം നോക്ക്. ആ, ഇതിന്റെ നഖമാണ് സീൻ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം അടുത്ത് തന്നെ കാണാം അല്ലേ നമുക്കിവിടെ. നടുക്കി കുഴിയില്ലെങ്കിലും ഉണ്ടല്ലോ. അതിന്റെ കഴുത്തിൽ എന്തോ പാമ്പ് കിടക്കുന്നവരുണ്ടല്ലേ. ഡിസൈൻ അതിന്റെ ഇത് മറ്റേ മൈഡിയർ കരടി സിനിമയ്ക്കകത്തെ ആ ഒരു ലുക്ക് ഉണ്ടല്ലേ. ആ ഡിസൈനാണ് തോന്നുന്നു. അതിന്റെ കുണുങ്ങിയാണല്ലോ പോലെ. ചന്തു നല്ല ഹെൽത്തി ചന്തു. അത് നോക്ക് കാണുമ്പോ ചിരിയ സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അടുത്തോട്ട് ചെല്ലുമ്പോ അങ്ങനെ ആയിരിക്കത്തില്ല. പിന്നെ സ്നേഹിക്കാൻ നമ്മള് വേണ്ടേ? കുറച്ച് ഒബീസ് ആണെന്ന് തോന്നുന്നല്ലേ. കുറച്ച് കഷ്ടപ്പെട്ടാണല്ലോ കഷ്ടപ്പെടാം. നല്ല സൈസ് ഉണ്ട്. ചേട്ടാ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ചേട്ടാ? അങ്ങോട്ടില്ല അല്ലേ? അവിടെ കയറ് കെട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു വെയിലൊന്നുമില്ല, നല്ല തണുപ്പാണ്.
ഇത് കൊള്ളാല്ലേടാ ഇരിപ്പിടം. കുറച്ചേരം ഇവിടെ നിന്ന് ഇരുന്നാലും എടുത്തിട്ട് പോണോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം. മാക്സിമം ബാക്കി വണ്ടി വരുന്നുണ്ട്. ഈ വഴി കരടി വല്ലതും വരുമോ? അവസാനം ഫോട്ടോയുടെ ബാക്കി വന്ന് ഇരിക്കരുത്. അമ്മേ, ഇവിടെ വന്നിരിക്കുമ്പോ സൂക്ഷിക്കേണ്ട കാര്യം ഈ ചേരയൊക്കെ കാണും കേട്ടോ. താഴെ താഴെ സൂക്ഷിക്കണം. ഇത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കൊള്ളാല്ലേ. ഇവിടെയൊക്കെ ഓരോ ആൾക്കാർ വന്നവരൊക്കെ അവരുടെ പേരും നാളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്തോടാ അവിടെ? ഇന്ത്യയിലടാ ഇവിടെ ഫൈനലി നമ്മൾ സിംഹത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇവിടെ നോക്ക്, 2 എണ്ണം ഉണ്ട് കേട്ടോ. പൊളി പൊളി. കുറച്ചുകൂടെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് എടുക്കായിരുന്നു. അതെ, നമുക്ക് ദൂരെ അവിടെ ഇരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കണ്ടോ, പണ്ട് ഇതെല്ലാം കൂട്ടിനകത്തായിരുന്നു വരുമ്പോ അല്ലേ? നേരത്തെ അന്ന് ഞാൻ വന്നപ്പോ ഈ ചെയറല്ലേ, അതിന്റെ മുകളിലേക്ക് ഇതേ എണീറ്റ് കേട്ടോ. ഇതേ നടന്നു വരുന്നുണ്ട്. നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വന്നത് അവരെ അറിഞ്ഞെന്ന് തോന്നുന്നു. നമുക്കൊരു പോസ് തരാൻ വേണ്ടി വരുവാൻ തോന്നുന്നു. നിന്നെ കണ്ടെന്ന് തോന്നുന്നത് തിരിച്ചു പോയി. വരുന്നടാ വരുന്നടാ. ഫൈനലി നമ്മള് കാത്തിരുന്ന. എടാ നോക്കണം, എന്ത് രസമല്ലേ? ഭയങ്കര ഹെവി അല്ലേ? നിന്ന് വിളിച്ചേനെ പക്കടപ്പോത്തലെ ആവും. എവിടെ പോകുന്നു വിളിച്ചേ? നമ്മള് കാത്തു നിന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ അല്ലേ? കളിക്കുന്നു. ഇതിനെ കണ്ട നമ്മൾ വിളിച്ചു ചോദിക്കും ശരിക്കും. ഇങ്ങോട്ട് വരാൻ പറ. നമ്മളെ കണ്ട് പേടിച്ചെന്നാ തോന്നടാ. എന്നെ കണ്ടപ്പോഴും പിള്ളേരുടെ ഫീമെയിലും മെയിലും ഒരു ഫ്രെയിമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു നോട്ടോടാ. എങ്ങനെ കൊടുക്കണം? ഇത് ഗ്രില്ല് പൊക്കൂ, ഗ്രില്ലിനാകോ അത് എറിഞ്ഞു കൊടുക്കുകയാണോ മേളിൽ കൂടെ? പൊക്കൂ. അല്ല, അപ്പൊ അത് നടുക്ക് ഈ കുഴിയുണ്ട്. കൂട്ടിനകത്താ കൊടുക്കുന്നത്. ഞാനത് ആലോചിച്ച് ഇതിപ്പോ നിങ്ങളെ അടുത്ത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അത്രയും കണ്ടൊരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അവിടെ അങ്ങനെ നിൽക്കാൻ തോന്നുന്നു. ഇത് എന്താണ് ഇതിന്റെ ആക്ടിവിറ്റി, എന്തൊക്കെയാണ് കൊടുക്കാൻ സമയം കൂടെ ഒക്കെ ആയി. അതുകൊണ്ട് ഇത് മറ്റേ ഓസ്ട്രിച്ച് അല്ല, നമ്മളിത് കണ്ടതായിരുന്നോ? ഇല്ല, ഇതിനെ കണ്ടില്ല. നമ്മളവിടെ വേറെ എന്തോ ഒരെണ്ണത്തെ ഞാൻ കണ്ടത്. പക്ഷെ ഇതാണെന്ന് വിചാരിച്ചു, പക്ഷെ അതല്ലായിരുന്നു. ഇതല്ലായിരുന്നു അത്. ഇതെന്താണ്? ഓസ്ട്രിച്ച് അല്ല, എഴുതിയിട്ടുണ്ടോ? ഇത് എമു. എമു. ഓസ്ട്രേലിയൻ കാണപ്പെടുന്ന ഭാരം 30-55, മുട്ട വിരിയാൻ എടുക്കുന്നത് സമയം 8 ആഴ്ച, ഉയരം 1.5 to 1.9 മീറ്റർ, ജീവിത കാലയളവ് 10 to 20 വർഷം. നേറ്റീവ് ടു ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ കങ്കാരൂനെ പോലൊക്കെ അവിടുത്തെ എല്ലാം ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ അവിടുത്തെ ആനിമൽസ്. ഇതാ നമ്മൾ നേരത്തെ വന്ന വഴി. ഇവിടെ നമ്മൾ റൈറ്റ് കയറി പോയത്. ഇവിടുന്ന് റൈറ്റ് കയറി നമ്മൾ നേരത്തെ വന്നത്. താപ്പോട്ട് പോയി നോക്കാം. എന്തായാലും പുലിയുണ്ട്, കടുവയുണ്ട്. ടൈഗറിനെ കണ്ടില്ലല്ലോ? കാണാം. താഴെയാണെന്ന് പിള്ളേരെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് മുമ്പിലെത്തിയല്ലോ. ടൈഗറിനെ കണ്ടപ്പോ പിള്ളേരായിരുന്നു കോമഡി. ടൈഗറിനെ ഇപ്പൊ കണ്ടേര് പേരും മാറിപ്പോയി. ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഹിപ്പോപ്പൊട്ടാമസ് എല്ലാം വെള്ളത്തിലാട്ടോ. കേറി വരാമെങ്കിൽ കാണാം. അതെ, ഒരെണ്ണം കേറാൻ പോവാൻ തോന്നുന്നു അല്ലേ? കേറാൻ പോവാണെന്ന് തോന്നുന്നു. പിന്നെ കേറാൻ പറ്റുമോ അത്? പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഇപ്പോഴങ്ങനെ കേറി വരുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയോണ്ടായിരിക്കും വെള്ളത്തില്. ഇത് ഗേറ്റ് ആയി വരാനുള്ള ഇതാണ് ഹിപ്പോപ്പൊട്ടാമസിന് കടന്നു വരാനുള്ള ഗേറ്റ് ആണ് തോന്നുന്നു. ഈ സാധനം പുലിക്ക് വെക്കണം അല്ലേ? പുളിക്കും. എല്ലാ ഹിപ്പോപ്പൊട്ടാമസും വെള്ളത്തിനാണ്.
ചെറുതായിട്ട് കാണാം. ഫുൾ ടൈം വെള്ളത്തിലല്ലേ? ഫുൾ തണ്ണിയാ. തണ്ണി. ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയില്ലടാ, സമയം അതല്ലേ. അല്ല, എപ്പോഴും അത് വെള്ളത്തിന്റെ അല്ലേ? മറ്റേ ചെളിക്കകത്ത് കിടക്കുന്നത് എപ്പോഴും അങ്ങനെ ആണ്. ഇതൊന്ന് കാട്ടിലെ പന്നി. അതെ, കാട്ടിലെ പന്നി. അതെ, ഇപ്പൊ നമുക്ക് തലയൊക്കെ ഇട്ട് തുടങ്ങിയട്ടാ. പൊളിച്ച് ഒരുപാടുണ്ട്. ഇത് നിന്ന് നിപ്പിന് ഒരു ചാട്ടം ഉണ്ട് വെള്ളത്തിൽ കിടന്നിട്ട്. അവി പോയി ഒരു ഹൈഫൈ കൊടുക്കുന്നോ? നീ ചാടിക്കോ? വേണ്ട. ഇതെന്താ സാധനം? ഇതെന്താ? ദിസ് വേ. സാമ്പാറോ? ഉണ്ടല്ലേ. ഡിയർ. സിംഹം, കടുവ, ഇതൊക്കെ ഒത്തിരി ഉണ്ടല്ലേ? ഒരുപാടുണ്ട്. ഫുഡൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. കൃഷ്ണമൃഗം. എടാ, ഇതിനല്ലേ മറ്റേ സൽമാൻ ഖാൻ എന്തോ കേസൊക്കെ അല്ലേ? പാവ അല്ലേ ഇതൊക്കെ? അതെ. സ്റ്റേറ്റ് എന്താണ് എന്റെ പേര്? ഓസ്ട്രിച്ചാണോടാ? ബ്രൗൺ റിയ അമേരിക്കാന. അഞ്ചു വരെ നിക്ഷേപിക്കുന്ന. പക്ഷെ അങ്ങനെ പറക്കും തോന്നില്ല. ഓപ്പൺ ആയിട്ടേക്കല്ലേ? അതെ. ഡിയർ ആണത്. പാകിസ്ഥാൻ, നോർത്ത് ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഫുള്ള് വെജാ കേട്ടോ. പൊളിച്ച്. ഇത് മൊത്തം വെജാ. കുറെ ഉണ്ടല്ലേ? അതിന്റെ മെയില് നിൽക്കുന്നുണ്ടോ? അവിടെ കൊമ്പൊക്കെ ഉണ്ടായിട്ട് ദൂരെ പറഞ്ഞോ. അവിടെയല്ലേ? ഇതിനൊക്കെ വേണം വീട്ടിലും വളർത്താൻ തോന്നുന്നല്ലേ? അങ്ങനല്ല, പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ വളർത്താൻ ഫ്രണ്ട്ലി ആയിരിക്കുമല്ലോ. മനസ്സിലായി. ആടിനെയൊക്കെ വളർത്തുന്ന പോലെ. പക്ഷെ നമ്മൾ അകത്താവും, അതാണ് പ്രശ്നം. വൈൽഡ് ആയോണ്ട്. നീ റൈറ്റിലോട്ടൊന്ന് നോക്കി. നമ്മൾ സ്ഥിരം കൊച്ചിലെ പടമൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ പടത്തിലൊക്കെ വരയ്ക്കും. ഇതല്ല ഫ്രണ്ട് വശം അല്ലേ എന്റെ? ഹലോ. നിന്നെ നോക്കുന്നു. കസ്തൂരിമാൻ. അത്യാവശ്യം സൈസുള്ള 2 കിടിലം കാട്ടുപോത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. അവർ തമാശ കളിക്കുകയാണോ സീരിയസ് ഫൈറ്റ് ആണോ എന്നറിയില്ല. പക്ഷെ അത് കണ്ടില്ലേ, നല്ല അതിൻ്റെ ബോഡിയൊക്കെ കണ്ടില്ലേ, ഫുൾ മസിൽസ് ഒക്കെ വെച്ചിട്ട് ജിമ്മിലൊക്കെ നിൽക്കുന്ന പോലെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഉണ്ട്. എന്നാലും വേണോടാ ചെറുതായിട്ടൊരു സ്നാക്ക്? ചെറുത് എഴുതി വെച്ചു. ഇവിടെ ഏതാടാ? എന്റെ പേര് ഗണേഷ് എന്നാണ്. 2009 ജനിച്ചല്ലേ? ഗണേശന്റെ 7/2009. മോനെ പക്കടപ്പോത്തില്ല മൈൻഡ് ചെയ്യുന്നില്ലല്ലോടാ. ഇങ്ങനെ വലം വെക്കുവാന്ന് തോന്നല്ലേ? അതിന് വേറെ ചെയ്യാനല്ല, ബോറടിച്ചിരിക്കല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഒരു മോട്ടർ പോലത്തെ സ്വപ്നം കണ്ട് ചിരിച്ചതാ. അതിന്റെ ഒരെണ്ണം കൂടെ ഉണ്ട്, എവിടെയെങ്കിലും ഒരെണ്ണം കൂടെ കാണും. അടുത്തോട്ട് വെളിച്ചം കുറച്ചാൽ മതി. വെളിച്ചം കുറച്ചാൽ കിട്ടൂല കേട്ടോ, കുട്ടിയാലേ കിട്ടും. പൊളിച്ചെന്താണേലും
നോക്കാം. ഇത് പ്രായമായതായോണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഇട്ടിരിക്കുന്നത്. കൂട്ടിലിട്ടേക്കുന്നോ അല്ലേ? മേ ബി ആവാം. കൂട്ടിൽ തന്നെ കുറെ കാക്കകളുണ്ടാ. എനിക്ക് തോന്നുന്നു അത് കഴിച്ച് മതിയാക്കി, അതിന്റെ ബാക്കി ഒന്നാണ് ഈ കഴിക്കുന്നത്. അല്ല അതിന് വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ അതെ, അതവിടെ ഇതിലൊക്കെ ഉരച്ചുണ്ടൊക്കെ ഇരിക്കുന്നത്. മഞ്ചൊറിയ ബംഗാൾ ടൈഗറിനെ കാണാം. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. 140 to 300 കിലോഗ്രാം. പേരുണ്ടോടാ? കണ്ടുപേരെ പേരുണ്ടാവും ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാണുന്നില്ലല്ലോ. അതാ വരുന്നത്. അത് ഹെവി നോക്കിനെ കാണാൻ മതി. ഇത് പക്ഷെ കുറച്ച് പേടി വരുമല്ലേ. പുലിമുരുകൻ. നേരത്തെ ഗണേശൻ വന്ന പോലെ ഇവനും കറങ്ങി വരുമോ നോക്കാം. പക്ഷെ ഇവൻ ഇച്ചിരി പ്രശ്നക്കാരനാ. പക്ഷെ അപ്പുറത്തെ സൈഡിൽ പോയി എന്നാലും കാണാം കേട്ടോ. അപ്പുറത്തോട്ട് വീട്ടില്ലാന്ന് തോന്നുന്നു. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ ഇപ്പുറത്ത് വരുമെന്ന് തോന്നുന്നു. നമ്മളപ്പുറത്ത് പോയാൽ പിന്നെ നമ്മളങ്ങനെ ഇപ്പുറത്ത് വരും എന്നാണ് അടുത്ത ചോദ്യം. കാരണം ഞാൻ വഴിയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. വെള്ളം കുടിക്കുന്നതാ അടുപ്പം. ഈ ഡിസ്റ്റൻസ് കണ്ടിട്ട് വലിയ വലുപ്പമൊന്നും തോന്നുന്നില്ല. അടുത്തോട്ട് വരുമ്പോ ഇതല്ല ആള്. ഇങ്ങോട്ട് വരുമോ നമുക്ക് നോക്കാം. വരുന്നില്ല. ആൾക്കാർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാധനം. അവസാനം അടുത്തേക്ക് വരുന്നുണ്ട്. സൗണ്ട് കേട്ടോ നീ? ഇതില് കേൾക്കാൻ ചാൻസ് അല്ല നിങ്ങൾക്ക്, പക്ഷെ ഞങ്ങളത് കേട്ടു. അതെ, എന്തൊക്കെയോ വെക്കുന്നുണ്ട്. ഇനി എന്താ പറയാ ഹൈന കാണിച്ചോണ്ടിരിക്കുന്നത്? അങ്ങോട്ട് കിടന്ന് ഓടുന്നല്ലേ, എന്തോ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നല്ലേ. തിരിച്ചു കയറിപ്പോയി. അപ്പൊ അവിടെ ബീഫാ കിടപ്പുണ്ട് കേട്ടോ അവനെ കഴിക്കാനുള്ള. ബീഫാണോ ചിക്കനാണ് എന്തേ കിടക്കുന്നത്? ബീഫ് എന്തോ മീറ്റാണ്. ബീഫാണോ എന്താണെന്ന് അറിയില്ലല്ലോ. കയറിപ്പോയി. നീ ഒന്ന് വിളിച്ചേ. കൈ കിട്ടി. എന്തായിരിക്കും ഇവിടെ അവസ്ഥ? കേറി നോക്ക്. ലിയോക്കകത്ത് ഇതാണല്ലേ ഹൈന. ഒരു പുലിയുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്. എന്റെ തല ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഒരു കൈയൊക്കെ പൊക്കി ഇരിക്കുകയാണ് അവിടെ. എപ്പോ വേണോ ഇങ്ങോട്ട് വരാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ? നോക്കാം. അതൊന്നുമില്ല. ഇവിടെ ഒരു ലെപ്പേർഡ് ഉണ്ട് കേട്ടോ. കൂട്ടിലുള്ള ലെപ്പേർഡ്. ഗണേശന്റെ കൂട്ടുകാരനാന്ന് തോന്നുന്നല്ലേടാ? ആയിരിക്കും. കൂട്ടുകാരനോ? പക്ഷെ അതിനെ എന്താ അങ്ങനെ വിട്ടിരിക്കുന്നത്? ഇതിനെ ഇങ്ങനെ അറിയില്ല. അതാ ചോദിക്കണം. ആരോട്? ഇതിന്റെ ആൾക്കാരോടല്ലേ? അതെ. അപ്പൊ എന്തായാലും നമ്മള് കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. പോയി നോക്കാം. നമുക്കൊന്ന് പോയി നോക്കാം. അത് നമുക്ക് ഉറപ്പിക്കാം. എന്തോ നിൽക്കുന്നടാ? പുലിയാണ് കൊടുക്കണോ നിക്കുന്നത്? ഇപ്പൊ എന്തോ ടൈഗർ. സത്യം പറഞ്ഞാൽ ഇത്രയും വലുതൊക്കെ കൊടുക്കണം അല്ലേ? അതെ അതെ. ഇതില് കാണുന്നുണ്ടോ? യെസ്. ഇത്രയും വലുത് കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ കഷ്ടമാണ്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, വരുവാന്നോ? അത് വൈറ്റ് ടൈഗർ ആണോടാ? വൈറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. വൈറ്റ് ടൈഗർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ വല്ലപ്പോഴും വരുള്ളായിരിക്കും. മഴയൊക്കെ വരുമ്പോ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുമായിരിക്കും അല്ലേ? മേ ബി ആയിരിക്കും. അത് കുറച്ച് നല്ല പ്രായമുണ്ട് നീ പറഞ്ഞ പോലെ കേട്ടോ. സൈസും ഉണ്ട്, പ്രായമുണ്ട്. അതിന്റെ ഏകദേശം രീതികളൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നു. മാന് കുറെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഒരുപാടുണ്ട്. ഈ ഗാർഡനിലൊക്കെ പോകുമ്പോഴേ വൈറ്റ് ടൈഗർ ആയിരുന്നു. സൈബീരിയൻ ടൈഗർ ഇസ് ദ ലാർജസ്റ്റ് വൈൽഡ് കാറ്റ് ഇൻ ദ വേൾഡ്. ബംഗാൾ ടൈഗർ ഇസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ. പന്തേര ടൈഗ്രസ്. തൂണൊക്കെ കണ്ടോടാ? എല്ലാവരുടെയും ജാതകവും പേരും ഒക്കെ ഉണ്ടല്ലേ? ഡിസൈൻ ചെയ്ത് വെച്ചവരുണ്ടല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ ചുരണ്ടി എഴുതുമ്പോ പ്രശ്നമാവത്തില്ലേ? എഴുതുവാൻ തോന്നുന്നു. ഇത്ര എഴുതി വെച്ചില്ലേ? ഒരു ഡിസൈൻ പോലുണ്ട്. ഇവിടെ എന്തെങ്കിലും പണ്ട് ഉണ്ടായിരുന്നിരിക്കും. മെയിൻ സംഭവം ആയിരുന്നിരിക്കും. ഇത് ഒന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ ഈ ബിൽഡിംഗ് കെട്ടി വെച്ചിരുന്നതാണ്. പക്ഷെ ഇവരിതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എങ്ങനെ? ഇപ്പൊ പുതിയതായിട്ട് 10 വർഷം മുന്നേ ഞാൻ വന്നപ്പോ ഇങ്ങനെ അല്ല.
അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റുന്ന മൃഗങ്ങളൊക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ. മറ്റു 2 ചെറിയ മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ, വേറെ പുലിയാണോ കടുവയാണോ? കടുവ കടുവ അതിന് നമുക്ക് കാണാൻ ഓപ്ഷൻ ഇല്ല. അതാണ് ഇവരുടെ സൂവിന്റെ ഹോസ്പിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 കുഞ്ഞു കടുവകളുടെ കാര്യം, അതിവിടെ കാണും. അവര് ചിലപ്പോ ഇതിന്റെ പുറകിലും വല്ല ഡേ കെയർ പോലെ കാണുമായിരിക്കും, അവിടെ ആയിരിക്കും. അതുങ്ങളെ കേജിലോട്ട് മാറ്റിയിട്ടില്ലല്ലോ, ഉപദ്രവിക്കത്തില്ലല്ലോ കൊച്ചായിരിക്കും. ചെറുതല്ലേ. പക്ഷികളാണ്, കളർഫുൾ ബേർഡ്സ്. ആ വണ്ടി എത്തിയിരിക്കുന്നു. വണ്ടി എത്തിയല്ലോ, കുറച്ച് ലേറ്റ് ആയല്ലോ. ഇതാ വണ്ടിയല്ല, സൂ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ വണ്ടിയാണ്. സൂ ഹോസ്പിറ്റലാണ്. അതെനിക്ക് നീ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അവിടെ ആയിരിക്കും. അവിടെയാണ് ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവ്. ഇതൊന്നും എന്തായാലും ഫോണിൽ കിട്ടില്ല, ഇല്ല ഈ ബേർഡ്സ് ഒന്നും. നല്ല രസമുണ്ട് കയ്യിൽ. എലക്ടസ് പാരറ്റ്. ഇവിടെ ഇനി കുറച്ച് റെപ്റ്റൈൽസിന്റെ ഒരു ഏരിയ ഇവിടെ ഉണ്ടോ നീലക്കാള? അപ്പൊ ഇതോടെ വേറെ കുറെ സാധനങ്ങളൊക്കെ. മിൽഗായ് അല്ലല്ലോ, മിൽഗായ് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇത് ബ്രൗൺ ഗായ് അല്ലേ? നമ്മുടെ പശുവിനെ പോലെ ഉണ്ടല്ലേ. ഫേസ് അല്ല, ഫേസ് മാൻ്റെ ഫേസ്. ഇതാണ് നീലക്കാള. ഇതിന്റെ പേരെന്താണ്? ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവു. മക്കാവു തത്ത മലയാളത്തിൽ. സാധാരണ ഇവ ജോഡിയായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും ചില ഘട്ടങ്ങളിൽ കൂട്ടത്തോടെയും കാണാറുണ്ട്. ഇതിപ്പോ എത്ര പേര്? 5 പേരുണ്ടല്ലേ, ജോഡിയല്ല. അല്ല, കാട്ടിൽ ഇവ കൂട്ടത്തോടെ കുന്നുകളിൽ ലവണങ്ങൾ ശേഖരിക്കുന്നതിനായി കാണപ്പെടാറുണ്ട്. ലവണം എന്താടാ? എന്തോ ഞാൻ വേണം നെറ്റ് നോക്കാം. ഇത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും നോക്കും. ഇവയുടെ എന്താടാ? മുളമന്നി ഗ്ലാസ് ഇട്ടേക്ക് എനിക്ക് തോന്നുന്നു ഉള്ളു. അതെ, എന്തെങ്കിലും പരിപാടി. അടുത്തായിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അടുത്തായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് മായാജാലത്തിന്റെ ലോകത്തോട്ടാണ്. ബട്ടർഫ്ലൈ പാർക്ക് കണ്ടറിയാം. ചിത്രശലഭം ഇവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ടല്ലേ. ഒരു രസമുള്ള രീതിയല്ലേ മൊത്തത്തിലെ. എടാ, ഇതില് ക്യാമറയിൽ കാണാത്താന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ക്യാമറ കാണാത്തതാണ്. ഇവിടെ അത്യാവശ്യം ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയാണ് കറക്റ്റ് ഇതിനകത്ത് തന്നെ നിൽക്കുന്ന? ഒരു പുറത്തേക്ക് നോക്കും, ഒന്നും ഗ്രില്ലൊന്നും വെച്ച് അടച്ചിട്ടില്ല. പക്ഷെ ഈ ബട്ടർഫ്ലൈ ഇതിനകത്ത് തന്നെ താമസമുണ്ട്. അതിനുള്ളൊരു നാച്ചുറൽ ഹാബിറ്റായിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അതാണ് സംഭവം. ഈ മരം നോക്ക്. വൈറ്റ് ഫോർ റിംഗ്. പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ ഹൗസ് പ്ലാന്റ്സ്. റെപ്റ്റൈൽസ്. ഈശ്വര. ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റില്ല, സോ ബൈ, ഇറങ്ങിയിട്ട് കാണാം. ഇവിടെയാണ് നമ്മള് പാമ്പിന്റെ റെപ്റ്റൈൽസിനെ കൊണ്ട് കയറിയത്. ഇപ്പോഴത്തെ നമ്മൾ ഇറങ്ങി. ഇതാ കഴിഞ്ഞു കേട്ടാ സംഭവം. കഴിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ നമ്മള് ക്യാമറ കൊണ്ട് കയറാൻ പറ്റിയില്ല. പക്ഷെ വേറൊരു വിഷ്വൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാല്ലേ. വിഷ്വൽ എക്സ്പീരിയൻസ്. ഒരു സൈഡിലോട്ട് നോക്കാൻ ഒരു ഇച്ചിരി വരും. നമ്മുടെ കാലേക്കൂടെ എന്തെങ്കിലും ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി. ഇതാണത്, ഈ സാധനം. ഇതിന് വേറെ ടിക്കറ്റ് ആണോ? അല്ലാന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇവിടെ എല്ലാവരും എങ്ങനെയാണ്. അപ്പതാ ഇവിടെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. എന്തായാലും സെപ്പറേറ്റ് ടിക്കറ്റ് ആടാ. സെപ്പറേറ്റ് ആണ്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഷോപ്പും ഉണ്ട്. ഇത് രാജാ രവിവർമ്മ ആർട്ട് ഗാലറി. ഇത് തുറന്നിട്ടില്ലടാ, ലോക്കാണല്ലോ. ലോക്കാണ്. ഇതുവഴിയാ കയറുന്നതെന്ന് തോന്നുന്നല്ലേ. ടിക്കറ്റ് എടുത്ത് ഇവിടെ ഷോപ്പും ഉണ്ട്. ഇവിടെ വരുന്നതിന്റെ ഓർമ്മകൾക്കായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കും. അതെ, ടേബിൾ ഓഫ് കലണ്ടർ. ഇതൊക്കെയാണ് അത് സെല് ചെയ്യാൻ വെച്ചേക്കുന്നത്. നമ്മളെ കാണാം. ടിക്കറ്റ് എടുക്കണോടാ? വേണ്ടല്ലോ. വേണ്ട, നമുക്ക് പോവാം. അത് പിന്നെ ഒരു ദിവസം അതിന് വേണ്ടി വരാം. ഇതാണ് അതിന്റെ എൻട്രൻസ്. ആർട്ട് ഗാലറി. രാജാ രവിവർമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ. അതെ, നമ്മള് കയറിയ സ്ഥലത്തേക്ക് ഇതാണ് നമ്മുടെ ഇതിനടുത്തുള്ളത് എന്ന് പറയുന്നത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, 3D തിയേറ്റേഴ്സ്, ആർട്ട് മ്യൂസിയം ഒക്കെ ഉണ്ട്. വെള്ളമുണ്ട്. ചവിട്ടരുത്. എന്താണേലും കൊള്ളായിരുന്നു. ചെറിയ അകത്ത് വലിയ കോഫി ഷോപ്പ് ഒന്നും ഇല്ല. ഈ ക്ലോക്ക് റൂം കാണിച്ചില്ല. ആൾക്കാർക്കൊക്കെ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഇവിടെ ചെറിയൊരു കഫേ ഉണ്ട്. ഇത് പണ്ട് പോലെയുള്ള നമ്മളൊക്കെ കൊച്ചിലെ പണ്ട് KTDC ആയിരുന്നു. പേര് മാറ്റി. സൂയിൽ നിന്ന് ഇറങ്ങി മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. നല്ല വെയിലാണ്. അകത്തുള്ളപ്പോൾ ഉള്ള ആ ഒരു മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയ പോലെ ഉണ്ട്. ഇവിടെ മ്യൂസിയം കാണാൻ പറ്റും പുറകില്. ഇതാണ് നമ്മുടെ മ്യൂസിയം. സൂ എന്തായാലും നമ്മൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്.
ഇനി ബാക്കിയുള്ളത് അടുത്തൊരു തവണ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ രണ്ടാം ഭാഗമായിട്ടുണ്ട്. അതെ, അപ്പൊ അത് കാണാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കൊരു വേർഡ് ഉണ്ട്, എന്താണെന്നറിയാലോ? പക്കടപ്പോത്തല. അതന്നെ, പക്കടപ്പോത്തല. ആ വേർഡിന്റെ മീനിങ് പറയുന്ന ആൾക്കാർക്ക് ഗോഷ്മിയുടെ വക ഒരു സമ്മാനം ഉണ്ടായിരിക്കും. ഗോഷ്മീഡിയയുടെ വക മാത്രമല്ല, അവി ഒറിജിനൽസിന്റെ വകയും കൂടെ സമ്മാനം ഉണ്ടാവും. മലയാളം വേർഡല്ല, മീനിങ് അറിയുന്നവര് കമന്റ് ചെയ്യുക. ഓക്കെ, ശരി, ടാറ്റ. നമ്മള് നിൽക്കുന്നത് എവിടെയാണ്? എല്ലാവരും വന്ന് മനസ്സിലാക്കിയിട്ടുള്ള തിരുവനന്തപുരം സൂവിലാണ്. സൂവിലെ കുറച്ച് സ്പെഷ്യൽ അനിമൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 10 വർഷമായി. ഞാൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് അന്ന് കാണാത്ത കുറച്ച് ആളുകളെ നമുക്ക് കാണിച്ചു സ്ഥിരം കാണുന്നൊരു പീരങ്കിയാണ് ഇരിക്കുന്നത്.